Hello everyone. In this lecture, we will be discussing about combinational circuits and sequential circuits. The basic difference between a combinational circuit and a sequential circuit, and how to design combinational or sequential circuit. That is the steps in the process of design of a combinational or sequential circuit. Okay. So we'll start with, we know that the digital circuits are called switching circuits. Why? Because the voltage levels in the digital circuits are assumed to be switched from one value to another instantaneously. Okay. അതായത് ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൽ നമ്മളുടെ വാല്യൂസ് ഔട്ട്പുട്ട് വാല്യൂസ് രണ്ട് ലെവലുകളുടെ ഇടയിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും പറയാം ഗ്രൗണ്ടും വി സി സിയും അല്ലെങ്കിൽ സീറോ ആൻഡ് ഹൈ എന്നുള്ള രീതിയിൽ ലോ ആൻഡ് ഹൈ എന്നുള്ള രണ്ട് വാല്യൂസിന്റെ ഇടയിൽ സ്വിച്ച് ചെയ്യാണ്. അതുകൊണ്ടാണ് അതിനെന്ന് പറയുന്നത് സ്വിച്ചിങ് സർക്യൂട്ട്സ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ട്രാൻസിഷൻ ടൈം പെട്ടെന്ന് സീറോ ആണ് എന്നുള്ള രീതിയിലാണ്. സഡൻ ആയിട്ട് ചേഞ്ച് വരും, സീറോയിൽ നിന്ന് വണ്ണിലേക്ക് എത്താൻ ട്രാൻസിഷൻ ടൈം സീറോ എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ഇനി ഈ സർക്യൂട്ട്സ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഡിവൈഡ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത് അല്ലെങ്കിൽ എന്താണ് ഔട്ട്പുട്ടിനെ ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിൽ നമുക്ക് ഒരു സ്വിച്ചിങ് സർക്യൂട്ട്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് നമ്മുടെ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. ഇനി കോമ്പിനേഷണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ പ്രസന്റ് ഇൻപുട്ട് ഓൺലി. അതായത് ആ ടൈമിലുള്ള ഇൻപുട്ടിന്റെ ഒരു കോമ്പിനേഷൻ മാത്രമാണ് എന്ത് ഔട്ട്പുട്ട്. സോ ജസ്റ്റ് ഇൻപുട്ട് കിട്ടിയാൽ ഡയറക്റ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്ത് തരും, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തരും. അതാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്. സോ ഇറ്റ് പ്രൊഡ്യൂസസ് എ കോമ്പിനേഷൻ ഓഫ് ദ ഇൻപുട്സ്. ഓക്കെ, അതാണ് എന്തായിട്ട് വരുന്നത്, ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഈ സീക്വൻഷ്യൽ സർക്യൂട്ടിലാണെങ്കിൽ ദർ ഈസ് സം particular sequence. The output depends on the present input and past input or output. So past inputനെയും ഔട്ട്പുട്ടിനെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഒരു സീക്വൻസ് ഉണ്ട് അവിടെ, മുന്നേ നടന്ന കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. കോമ്പിനേഷനിലാണെങ്കിൽ ജസ്റ്റ് ഒരു കോമ്പിനേഷൻ ആണ്, ആ പ്രസന്റ് ടൈമിലുള്ള ഇൻപുട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, സോ അതാണ് അതിന്റെ ബേസിക് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. സോ ഫസ്റ്റ് വിൽ കം ടു കോമ്പിനേഷണൽ സർക്യൂട്ട്. സോ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രസന്റ് ഇൻപുട്സ് ഓൺലി. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ ഇൻപുട്സ് പ്രസന്റ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. So it performs a specific information processing operation fully specified logically by a set of Boolean function. A set of Boolean function വെച്ചിട്ടുള്ള ഒരു ലോജിക്കൽ ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടാവുക, ബട്ട് ഇറ്റ് പെർഫോംസ് ഓൺ ദ സെറ്റ് ഓഫ് ഇൻപുട്സ് പ്രസന്റ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലുള്ള സെറ്റ് ഓഫ് ഇൻപുട്സിനെ വെച്ചൊരു ബൂലിയൻ ഓപ്പറേഷൻ നടത്തി ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻപുട്ട് വാരിയബിൾസ്, ലോജിക് ഗേറ്റ്സ് ആൻഡ് ഔട്ട്പുട്ട് വാരിയബിൾസ്. സോ അതിന്റെ ഉള്ളിൽ വരുന്നത് ഇൻപുട്ട് വാരിയബിളുകൾ ഉണ്ടായിരിക്കും, ഔട്ട്പുട്ട് വാരിയബിൾ ഉണ്ടായിരിക്കും. ഈ ഉള്ളിലത്തെ ബൂലിയൻ എക്സ്പ്രഷൻ നടത്താൻ വേണ്ടി, ബൂലിയൻ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാവും ലോജിക് ഗേറ്റ്സ് ഉണ്ടാവും. ഇത്ര മാത്രമാണ് എന്തിൽ വരുന്നുള്ളൂ, കോമ്പിനേഷണൽ സർക്യൂട്ടിൽ വരുന്നത്. ലോജിക്സ് ഗേറ്റ്സ് മാത്രം മതി. അത് സീക്വൻസിലേക്ക് പോകുമ്പോൾ വ്യത്യാസം വരും, അതെന്താണെന്നുള്ളത് അപ്പോൾ പറയാം. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് അത്രേ വരുന്നുള്ളൂ. ലോജിക് ഗേറ്റ്സ് ആക്സെപ്റ്റ് സിഗ്നൽ ഫ്രം ദി ഇൻപുട്ട് ആൻഡ് ജനറേറ്റ് സിഗ്നൽ ടു ദ ഔട്ട്പുട്ട്. അത്ര മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇൻപുട്ട് എടുത്ത് ഔട്ട്പുട്ട് തരുന്നു, അത്ര മാത്രം. എക്സാമ്പിൾ ഹാഫ് ആഡർ, ഫുൾ ആഡർ, അങ്ങനത്തെ സിമ്പിൾ സർക്യൂട്ട്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ രണ്ട് സിംഗിൾ ബിറ്റ്സ് എടുത്ത് ആഡ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നു. ഫുൾ ആഡർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബിറ്റ് രണ്ടെണ്ണം ക്യാരിയും പ്രീവിയസ് സ്റ്റേജിൽ ഒരു ക്യാരി ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് ആഡ് ചെയ്ത് തരുന്നതാണ്. സോ അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, കോമ്പിനേഷണൽ സർക്യൂട്ടിനാണ്. അതായത് പ്രസന്റ് ഇൻപുട്ട് മാത്രമാണ് നോക്കുന്നുള്ളൂ, വേറെ ഒന്നും നോക്കുന്നില്ല. സോ അത് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലോക്ക് ഡയഗ്രം ആയിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. കോമ്പിനേഷണൽ സർക്യൂട്ട് ആണ് ഈ ബോക്സിന്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ളത്. ഇതാണ് എന്താണെന്നുള്ള കേസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻപുട്സ് ഉണ്ടായിരിക്കാം, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഉണ്ടാവും. സോ എന്താണ് ഔട്ട്പുട്ട് എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആണ്. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബൂളിയൻ ഫംഗ്ഷൻ ആണത് തീരുമാനിക്കുന്നത്. സോ നമുക്കിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യാൻ പറഞ്ഞ ഒരു സർക്യൂട്ട്, ഇപ്പോൾ ഹാഫ് ആഡർ അല്ലെങ്കിൽ ഫുൾ ആഡർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ടും അറിയുന്നുണ്ടാവും, ഔട്ട്പുട്ട് അറിയുന്നുണ്ടാവും. നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യണം, ഈ ഒരു പോർഷൻ, ഈ ബോക്സിൽ എന്താണ് വരുന്നത് എന്നുള്ളത്. അത് ജസ്റ്റ് എന്ത് മാത്രമേ വേണ്ടി വരുള്ളൂ, നമുക്ക് ലോജിക് ഗേറ്റ്സ് മാത്രം വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അതാണ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ മൂവ് ഓൺ ടു ദ sequential circuit section. So sequential circuit means the circuit in which the output depends on present inputs and past inputs or outputs. So present input മാത്രമല്ല previous data, അതായത് past input or output ഡിപ്പെൻഡ് ചെയ്യുന്നത്. That is, it operates in a particular sequence. ഒരു സീക്വൻഷ്യൽ ഓർഡറിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് മുന്നത്തെ ഡാറ്റയും ആവശ്യം വരും. So a sequential circuit is a combinational circuit with
മെമ്മറി, നമുക്ക് അങ്ങനെ പറയാം. സോ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ, ഇത്രയും ഭാഗം നമുക്കറിയാം കോമ്പിനേഷനിലാണ്. പ്ലസ് പാസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം, ഓർത്ത് വയ്ക്കാൻ എന്തെങ്കിലും വേണം. സോ മെമ്മറി വേണം. സോ സീക്വൻഷ്യൽ സർക്യൂട്ട് ഈസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് വിത്ത് മെമ്മറി ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാരിയബിൾസ്, ലോജിക് ഗേറ്റ്സ്, മെമ്മറി എലമെന്റ്സ് ആൻഡ് ഔട്ട്പുട്ട് വാരിയബിൾസ്. സോ അതുവരെ ഇതാണ് വ്യത്യാസം വരുന്നത്. ഇൻപുട്ട് വാരിയബിളും ലോജിക് ഗേറ്റും ഔട്ട്പുട്ട് വാരിയബിളും ഒപ്പം അഡീഷണൽ ആയിട്ട് എന്തുകൂടി വന്നു, മെമ്മറി എലമെന്റ് വന്നു. സോ അതാണ് നമ്മളുടെ കോമ്പിനേഷനിൽ നിന്ന് സീക്വൻസിലേക്ക് വന്നപ്പോഴുള്ള വ്യത്യാസം. സോ സീക്വൻസ് വരണമെങ്കിൽ മുന്നത്തെ കാര്യം ഓർത്ത് വെക്കണം, അതിനെന്ത് വേണം, മെമ്മറി എലമെന്റ് വേണം. എക്സാമ്പിൾസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. സോ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ വരുമ്പോൾ ഇതാണ് അതിൽ ഡിഫറൻസ് വരുന്നത്. ഇവിടെ ഔട്ട്പുട്ട് മുന്നത്തെ നമ്മൾ എടുത്ത് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്തൊരു മെമ്മറിയിൽ വെക്കുന്നുണ്ട്. അതും എന്തിലേക്ക് കൊടുക്കുന്നുണ്ട്, നമ്മളുടെ ആ സർക്യൂട്ടിന്റെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് ഒരു ഇൻപുട്ടിന്റെ കോമ്പിനേഷൻ അല്ല, പാസ്റ്റ് ഡാറ്റയും കൂടിയും എടുത്തിട്ട് ആണ് നമ്മളിവിടെ എന്തുണ്ടാക്കുന്നത്, കോമ്പിനേഷൻ ഫോം ചെയ്യുന്ന, കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഫോം ചെയ്യുന്നത്. സോ സീക്വൻഷ്യൽ സർക്യൂട്ട് ഈസ് എ കോമ്പിനേഷണൽ സർക്യൂട്ട് പ്ലസ് a memory element. Okay, so അത്രയാണ് സീക്വൻഷ്യൽ സർക്യൂട്ടും കോമ്പിനേഷണൽ സർക്യൂട്ടും. Now we will discuss about the design procedure of sequential or combinational circuit. So first of all we have to state the problem. So എന്താണ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ പറയണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഹാഫ് ആഡർ ഒരു അഡീഷൻ സർക്യൂട്ട് ആണെങ്കിൽ അതാണ് നമ്മളുടെ അവിടുത്തെ പ്രോബ്ലം, അഡീഷൻ ഓഫ് ടു സിംഗിൾ ബിറ്റ്സ്. So first problem statement. Next, determine the number of inputs and output variables. നമ്പർ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വാരിയബിൾസ്, എത്ര ഇൻപുട്ട് ഉണ്ട് എത്ര ഔട്ട്പുട്ട് ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്നു. സോ ഹാഫ് ആഡറിന്റെ കേസിലാണെങ്കിൽ 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടാണ് ഉണ്ടാവുക. 2 ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു സമ്മ് ഉണ്ടാവാം, ഒരു ക്യാരി ഉണ്ടാവും. സോ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ്, അസൈൻ നെയിംസ് ടു ദ വാരിയബിൾസ്. സോ നമുക്ക് പേര് കൊടുക്കണം, നോമൻക്ലേച്ചർ ആണ്, നെയിം കൊടുക്കണം. സോ അത് നമുക്ക് വാരിയബിൾസ് ലെറ്റർ സിമ്പിൾസ് ഉപയോഗിക്കാം. ഇൻപുട്ടിന് വേണമെങ്കിൽ എ എന്നും ബി എന്നും കൊടുക്കാം. ഇപ്പോൾ ഹാഫ് ആഡറിന്റെ കേസിൽ 2 ഔട്ട്പുട്ട് സം ആൻഡ് ക്യാരി ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഈസ് form a truth table that defines the required relationship between the input and output variable. So input variable output variable എടുത്ത് എഴുതിയിട്ടുള്ള ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കുക. അതിലെ എല്ലാ ഇൻപുട്ട് കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എന്ത് വരും എന്ന് നോക്കുക. അപ്പോൾ 2 വാരിയബിളിന്റെ കേസിലാണെങ്കിൽ 4 കോമ്പിനേഷൻ ആവും വരിക. 4 കോമ്പിനേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് എഴുതിയിട്ടുള്ള ഒരു ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യുക. ഇനി നമുക്കറിയാം ട്രൂത്ത് ടേബിൾ ആ ഫംഗ്ഷണൽ റെപ്രസെന്റേഷൻ കിട്ടുന്നതിനെ സിംപ്ലിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, K-map വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. സിമ്പിൾ ആണെങ്കിൽ അതിന്റെ ആവശ്യം വരില്ല. സോ ഒബ്റ്റെയിൻ ദ സിംപ്ലിഫൈഡ് ബൂളിയൻ എക്സ്പ്രഷൻ. ഒരുവിധം കേസിൽ നമ്മളത് K-map വെച്ചിട്ടാവും ചെയ്യുന്നവ. ലാസ്റ്റ് സ്റ്റെപ്പ് ഇംപ്ലിമെന്റേഷൻ യൂസിങ് ലോജിക് ഗേറ്റ്. സോ ഇത്രയാണ് ഇതിന്റെ ഡിസൈൻ സ്റ്റെപ്സ് വരുന്നത്. ഫസ്റ്റ് problem statement, second determination of the number of inputs and output variable, then assigning names to the variables, then form a truth table that defines the required relationship between input and output variables, then simplify the boolean expression maybe using K-map, then finally implement it using logic gates. So ഇത്രയാണ് നമ്മുടെ ഈ ഒരു ലെക്ചറിൽ വരുന്നത്. താങ്ക് യു.